ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. വീട്ടിലേക്ക് കടക്കും മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു അരിപ്പയാണ് എടുത്തത്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു 250 മെഷറിംഗ് കപ്പിൻ്റെ ഒരു കപ്പ് മൈദ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1/4, അതിൻ്റെ പിന്നെ ബേക്കിംഗ് സോഡ ഉള്ളിട്ടാതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കളറാണ് ഇടുന്നത്, റെഡ് കളറാണ്. നമുക്ക് നല്ല പോലെ തരിച്ചെടുക്കാം. അങ്ങനെ 3 വട്ടം തരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിന്ന് നല്ല പോലെ സ്വിഫ്റ്റായി വരാം. ഞാനിവിടെ 4 മുടിയുടെ വെള്ളയാണ് എടുത്തത്. മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം ആദ്യമൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്യണം. വെള്ളം ബീറ്റ് ചെയ്തിന് കുറച്ച് പതിഞ്ഞ് വരുമ്പോൾ പിന്നെ ഇത്ര ഈ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അത് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ട് ബീറ്റ് ചെയ്യുക. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അത് ഇട്ടാണ്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 1/2 ടീസ്പൂൺ കേട്ടോ. ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്യാം. വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കായ പൊടിച്ചാണ്ടും ഇടാൻ പറ്റും. നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്യാൻ ശേഷം നമുക്കിനി നമ്മൾ അരിച്ച് വെച്ച മൈദ ഉണ്ട്. അപ്പം ബീറ്റർ ഉപയോഗിച്ചല്ല നടക്കുന്നത്, വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ആക്കുന്നത്. നമുക്ക് 2 ടീസ്പൂൺ ഇട്ടുണ്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാത്രം നിറയായപ്പം ഞാൻ ഫുള്ള് മൈദ ഇട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ അതായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. നമുക്ക് മിക്സാക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പാല് എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാൻ അവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തത്. ഇത് ചെറിയ ഇഞ്ചാണ് കേട്ടോ. എല്ലാത്തിലും നമുക്കതിൽ ഓയിലൊന്ന് പറ്റി കൊടുക്കണം. ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ഓയിൽ എടുത്ത് എന്നിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പർ നമുക്ക് ഉണ്ടാക്കാം. അതായത് A4 പേപ്പർ എടുത്താണ്ട് അത് ഈ ഒരു രൂപത്തിൽ വെട്ടിയെടുത്താണ്ട് വെച്ചാൽ മതി. നമ്മൾ സൈഡിലും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ് നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബാറ്ററി ഒഴിച്ച ശേഷം കണ്ട ഓരോ എയർ ബബിൾസ് അതൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇതിനിങ്ങനെ തട്ടിക്കൊടുക്കുക. ഞാൻ എൻ്റെ അവിടെ ഒരു ചമ്പട്ടിയാണ് വെച്ചത്. ഒന്ന് ചൂടാകാൻ 5 മിനിറ്റ് വെക്കുന്നുണ്ട്. നമ്മൾ ഈ ചമ്പട്ടി 5 മിനിറ്റ് ചൂടാൻ ശേഷം നമ്മളുടെ ഈ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു ഉരൽ വെക്കുന്നുണ്ട് കേട്ടോ. ആവി പോവാക്കാനാണ്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം വേണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇനി
ഇതാ നമ്മളെ കേക്ക് ആയിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റാണ് നിന്നത്. അപ്പം നോക്കിയപ്പം വെന്തുണ്ട് കേട്ടോ. നമുക്കിത് ചൂടാറിയ ശേഷം ഇതിൽ നിന്ന് എടുക്കണം. അതാ നമ്മൾ എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടേൺ ടേബിളിൽ ഒരു കാർഡ്ബോർഡ് ബോർഡ് വെക്കണം. എന്നിട്ട് അതൊന്ന് മുറിച്ചെടുക്കാം. മേലെ ഉണ്ട് ചെറിയ ഒരു ഇതുണ്ട്, അത് നമ്മൾ അപ്പം നമ്മളത് 3 ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഈ കോലും ഈ പാത്രവും ഒന്ന് ഫ്രീസറിൽ വെക്കണം കേട്ടോ, 3 മണിക്കൂറെങ്കിലും. ഇനി വിപ്പിംഗ് ക്രീമാണ്, ഗോൾഡനുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ്. അത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ബീറ്റ് ചെയ്ത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ഷുഗറാണ് വേണ്ടത്. അപ്പം അതിനുവേണ്ടി ഞാൻ 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ പൊടിച്ചെടുക്കണം. പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ പൊടിച്ചതിന് ശേഷം ഈ ക്രീമിലേക്ക് ഇതിട്ടു. ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഇടുമ്പം വേറൊരു മണം, രുചിയൊക്കെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ബീറ്റ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗാണ് എടുത്തത്. പൈപ്പിംഗ് ബാഗിൽ നോസിൽ കുടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഒരു ലെയർ എടുത്താണ്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കും. അപ്പോൾ ഷുഗർ സിറപ്പ് അതിനിടെ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഫുള്ള് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് പൈപ്പിംഗ് ബാഗ് ക്രീമാക്കിയാണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഈസിയാണ്, സ്കെയിൽ ഉപയോഗിച്ച് പരത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞപ്പോൾ ഇത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയ ആ ഒരു കേക്കിൻ്റെ മേലത്തെ സാധനം പൊടിച്ചെടുത്ത് ഡിസൈനാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ചിൻ്റെ ഒരു 2 കണ്ടം അതിന്മേൽ ഡിസൈനായി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈസിയാണ്. ഞാനിത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുകയാണ്. അപ്പോൾ തണുപ്പുണ്ടാകുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.